ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അംബ്രല കട്ടിംഗ് പാറ്റേണിൽ വരുന്ന ഏത് ഡ്രസ്സ് തയ്ക്കാനാണെന്നുണ്ടെങ്കിലും അതിന് എത്ര മീറ്റർ തുണി എടുക്കണം എന്നുള്ളത് പലർക്കും സംശയമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് തയ്ക്കാൻ എത്ര മീറ്റർ തുണി വേണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മെഷർമെന്റ് കണ്ടെത്താവുന്നതാണ് കേട്ടോ. നിങ്ങൾ വേറൊരാൾക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ അതിന്റെ മെഷർമെന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ഇതേ വീഡിയോ തന്നെയാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളും ചില മെഷർമെന്റുകളും ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മൊബൈലിൽ കാൽക്കുലേറ്റ് ചെയ്ത ടൈമിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചില പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ചെറിയൊരു മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് അത് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെ എന്താന്നുള്ളത് മനസ്സിലാവൂല. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാതെ കുറെ നമ്മൾ വീഡിയോ ഇട്ട് വ്യൂസ് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കോട്ടെ, നിങ്ങൾ ഇതേപോലെ തയ്ച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് വെറുതെ എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ പോവാം. പക്ഷെ നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായിക്കോട്ടെ, നിങ്ങൾക്കും ഡ്രസ്സ് തയ്ക്കാനൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമ്പോഴാണ് നിങ്ങൾക്കും കൂടുതലായിട്ട് എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാവുണ്ടാവുള്ളൂ. പിന്നെ അതിൽ വന്നൊരു മിസ്റ്റേക്ക്, ഇതിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത ഒരു കൂട്ടുകാരി തന്നെയാണ് എനിക്ക് അതിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അതെന്താണെന്ന് എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കമന്റ് ബോക്സിൽ എന്നോട് അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തു. ഒരു 400 സംതിങ് ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് മണിക്കൂറായപ്പോഴേക്കിന്. അപ്പൊ ഞാനത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കംപ്ലീറ്റ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. വളരെയധികം സന്തോഷമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിൽ ഓട്ടോ ഡബ്ബഡ് എന്ന് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് അത് ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ കേൾക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ഇംഗ്ലീഷിൽ കേൾക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ വലത് ഭാഗത്ത് മുകളിൽ കാണുന്ന ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ആ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൽ ഓഡിയോ ട്രാക്ക് എന്ന് കാണും. അതിൽ നിങ്ങൾ ഇംഗ്ലീഷ് മാറ്റിയിട്ട് മലയാളം ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മലയാളത്തിൽ തന്നെ കേൾക്കും. പിന്നെ അതേപോലെ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം പുതുതായിട്ടൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് ഹൈപ്പും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഹൈപ്പ് എന്നുള്ളത് നമ്മൾ നെക്കി കഴിയുമ്പോൾ അതിന്റെ അടിയിൽ ഹൈപ്പ് എത്രയെങ്കിലുമൊക്കെ പോയിന്റ് കാണിക്കുന്നുണ്ടാവും. ആ പോയിന്റിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ വീഡിയോക്ക് ഒന്നും കൂടി റീച്ച് വരുന്നുണ്ടാവും കേട്ടോ. അപ്പൊ നമ്മള് സാധാരണ ആയിട്ട് ഇങ്ങനെ 180 ഡിഗ്രിയിലുള്ള സെമി അംബ്രലയും അതേപോലെ തന്നെ 360 ഡിഗ്രിയിലുള്ള ഫുൾ ഫ്ലെയർഡ് അംബ്രലയും, അതായത് ഇത് കറക്റ്റ് റൗണ്ടിലുള്ള ഒരു അംബ്രല കട്ടായിരിക്കും ഇത് ചെയ്തിട്ട് എടുക്കുമ്പോൾ കിട്ടുക. ഈ ഒരു 150 ഡിഗ്രിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഹാഫ് സർക്കിൾ, അതായത് ഇങ്ങനെ പകുതി, ഒരു വൃത്തത്തിന്റെ പകുതി മാത്രമായിട്ടാണ് നമുക്ക് ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ അത്രയും ഇതിന്റെ നേർ പകുതിയാണ് ഇത് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡബിൾ അംബ്രല്ല എന്നൊക്കെ പറയുന്നത് ഈ മെഷർമെന്റിന്റെ കറക്റ്റ് ഡബിൾ എടുത്താൽ മതി. അത് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഇതിന്റെ ഇരട്ടി തുണി അതിന് വാങ്ങിച്ചാൽ മതി. അത്ര മാത്രമേ അതിൽ ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഈ ഒരു ഇത് രണ്ടും എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോമൺ ആയിട്ട് സാധാരണ ആയിട്ട് എല്ലാവരും തയ്ക്കുന്ന ഒരു അളവാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പൊ നമുക്ക് ഒരു ഡ്രസ്സ് തയ്ക്കുമ്പോൾ പല മോഡൽ ഡ്രസ്സുകൾ ഉണ്ടല്ലോ, അതായത് ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവ്, സ്ലീവ്ലെസ് ആയിട്ടുള്ളത്, അതേപോലെ തന്നെ ഇറക്കം കൂടിയത്, ഇറക്കം കുറഞ്ഞത്, അങ്ങനെയൊക്കെ നമ്മൾ അംബ്രല കട്ടിൽ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുണി കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇതിൽ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് 180 ഡിഗ്രിയിലുള്ള സെമി സർക്കിൾ അംബ്രല ഡ്രസ്സ് തയ്ക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ തുണീനെ, അതായത് ഇതിപ്പോ ഒരു നീളത്തിലുള്ള ക്ലോത്ത് ആണെന്ന് വിചാരിക്കുക. ഈ ക്ലോത്തിന്റെ നീളാണിത്, ഇതിന്റെ വീതിയാണ്. അപ്പൊ നമ്മൾ ഇതിനെ ആദ്യം ഒന്നിങ്ങനെ മടക്കി, ഒരു മടക്കി. അപ്പോ എന്തായി, 2 പീസ് തുണി ഇതിൽ വരും. മനസ്സിലായല്ലോ? ഇതൊരു തുണിയും ഇതൊരു തുണിയും, ഇങ്ങനെ 2 പീസ് വരും. ഈ 2 പീസിനെ നമ്മൾ കോണാക്കിയിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ മൊത്തത്തിൽ 2 പീസായിട്ടാണ് വരിക. അത് മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ഇവിടെ ഇതിങ്ങനെ കട്ട് ചെയ്ത് വരുന്നിട്ട് പിന്നെ നമ്മളിതിങ്ങനെ നിവർത്തി വരുമ്പോൾ, അതായത് നമ്മളിതിങ്ങനെ നിവർത്തുമ്പോൾ ഇങ്ങനെയുള്ളൊരു പീസ് ഉണ്ടാവും വേസ്റ്റ് ഭാഗത്തേക്ക്. ഇത് ഫ്രണ്ടിലേക്കുള്ള ഒരു പീസും അതേപോലെ തന്നെ ഇതിന്റെ താഴത്തുള്ള ഇത് ബാക്കിലേക്കുള്ള ഒരു പീസും, അങ്ങനെ 2 പീസാണ് ഇതിൽ ഉണ്ടാവുക. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഈ ഒരു അറ്റത്തേക്ക്, അതായത് ഈ ഡ്രസ്സിന്റെ
ഇവിടെ നിന്ന് ഈ ഒരു അറ്റത്തേക്ക് എടുക്കുന്ന മെഷർമെന്റ് ഉണ്ടല്ലോ അതിന്റെ ഇരട്ടി എടുക്കണം. മനസ്സിലായല്ലോ? കാരണം ഈ ഒരു നീളത്തിന്റെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള നീളത്തിന്റെ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. കണ്ടോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. കണ്ടോ? അത്ര മെഷർമെന്റ് നമുക്ക് ഇതിൽ എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ സെമി സർക്കിൾ ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ഒരു മെഷർമെന്റ് കണ്ടെത്തണം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മെഷർമെന്റ് ഉണ്ട്. ഇവിടുന്ന് ഒരു 2 ഇഞ്ച് എക്സ്ട്രാ നമുക്ക് സീം അലവൻസ് ആയിട്ട് കൂട്ടിക്കൊടുക്കാം. അപ്പൊ ആ ഒരു മെഷർമെന്റ് കംപ്ലീറ്റ് കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിന്റെ ഡബിൾ നമ്മൾ എടുക്കണം. കാരണം ഇതിൽ 2 തുണി വരുന്നുണ്ട്. അതായത് 2 മടക്കാക്കിയിട്ടാണ് നമ്മളിത് ഫോൾഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇങ്ങനെ 2 ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കുന്നു. അപ്പൊ നമുക്ക് 2 ഫോൾഡ് വരുന്നുണ്ട്. ആ 2 ഫോൾഡിൽ നമുക്ക് ഇത് മുതൽ ഇതുവരെയുള്ള നീളം 2 ഭാഗത്തേക്കും കിട്ടണം. അതിനാണ് നമ്മൾ 2 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പൊ അത് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ നമുക്ക് ആദ്യം വേണ്ടത് വേസ്റ്റ് റൗണ്ട് ആണ്. അതായത് നമ്മൾ എടുക്കുന്ന ഡ്രസ്സിന്റെ അരഭാഗം ഉണ്ടാവുമല്ലോ, ആ ഒരു അരഭാഗത്തേക്ക് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ കിട്ടുന്നത് ആ ഒരു മെഷർമെന്റ് വേണം. പിന്നെ നമ്മൾ എടുക്കുന്ന ഡ്രസ്സിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണോ വേണ്ടത് അത് വേണം. യോക്ക് ഭാഗത്തിന്റെ അളവ് എത്രയാണോ അത് വേണം. ഈ 3 അളവ് നമുക്ക് എന്തായാലും വേണം. പിന്നെ സ്ലീവിന്റെ അളവും നമുക്ക് ആവശ്യമാണ്. സ്ലീവ് എന്ന് പറഞ്ഞാൽ അളവ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് മെഷർമെന്റ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഹാഫ് സ്ലീവ് ആണോ ഫുൾ സ്ലീവ് ആണോ അങ്ങനെയുള്ളത്, അതല്ല നീ സ്ലീവ്ലെസ് ആണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമുക്കൊരു ധാരണ എന്തായാലും ഉണ്ടായിരിക്കണം. നമ്മൾ എന്തായാലും മെഷർമെന്റ് എടുത്തിട്ടാണല്ലോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുള്ളൂ, അത് നമുക്കാണെങ്കിലും മറ്റുള്ളവർക്കാണെങ്കിലും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം? ഈ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഈ വേസ്റ്റ് റൗണ്ടിൽ കൂടി നമുക്ക് എന്ത് ചെയ്യണം? അതായത് വേസ്റ്റ് റൗണ്ട് വരുന്നത് 28 ഇഞ്ചാണ്. അതിൽ കൂടി ഒരു 8 ഇഞ്ച് കൂട്ടിക്കൊടുക്കാം. ഈ 8 ഇഞ്ച് എന്താന്ന് വെച്ചാല് നമ്മൾ കറക്റ്റ് 28 ഇഞ്ച് കറക്റ്റ് റൗണ്ടിൽ മെഷർമെന്റ് എടുത്ത് കഴിഞ്ഞിട്ട് അതേ കറക്റ്റ് 28ൽ നമ്മളത് തയ്ച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കൂല. കാരണം ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പൊ ആ ഡ്രസ്സ് ഇങ്ങനെ കുത്തി ഇറക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിൽ എന്ത് വേണം? ലൂസ് ആഡ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 4 ഇഞ്ച് ലൂസ് കൊടുക്കും. മനസ്സിലായല്ലോ? ടോട്ടൽ 4 ഇഞ്ച്. അതായത് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഈ സൈഡിലും അതായത് നമ്മളെ വേസ്റ്റ് ഭാഗം വരും, യോക്കിന്റെ ഭാഗം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് നമ്മളെ ഡ്രസ്സിന്റെ യോക്കാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളെ കറക്റ്റ് 28 ഇഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആണെന്ന് വിചാരിക്കുക. നമ്മളിതിങ്ങനെ സെന്റർ മടക്കിയിട്ടാണല്ലോ അടയാളപ്പെടുത്തുക. ഒരു ഭാഗത്തേക്ക് മാത്രമാണ് നമ്മൾ അടയാളപ്പെടുത്തുക 4 ഫോൾഡ് ആക്കി വെച്ചിട്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കറക്റ്റ് നമ്മൾ ആ ഒരു 28 ഇഞ്ച് കറക്റ്റ് ആക്കിയിട്ട് റൗണ്ടിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കൊള്ളാന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും 1 ഇഞ്ച് ഇങ്ങോട്ടേക്കും നമ്മൾ ലൂസ് ആഡ് ചെയ്യും. ഇത് ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ ബാക്ക് ഭാഗത്തും ആഡ് ചെയ്യും. അപ്പൊ ബാക്ക് ഭാഗത്തും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഇഞ്ചും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്രയായി? ഇവിടെ 1 ഇഞ്ചും ബാക്കിലത്തെ 1 ഇഞ്ചും, അപ്പൊ 2 ഇഞ്ച്. ഇവിടെ 1 ഇഞ്ചും ഇവിടെ ബാക്കിലത്തെ 1 ഇഞ്ചും, അങ്ങനെ 2 ഇഞ്ച്. അങ്ങനെ ടോട്ടൽ 4 ഇഞ്ച് നമ്മൾ ലൂസ് ആഡ് ചെയ്തു. പിന്നെ ഇതിന് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ശരിക്ക് ഇതിലൂടെയാണ്. മനസ്സിലായല്ലോ? ഇതാണ് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ലൈൻ വരുന്നത്. കാരണം ഇതിനേക്കാൾ 1 ഇഞ്ച് ലൂസ് ആക്കിയിട്ട് നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യും. പിന്നെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കും. മനസ്സിലായല്ലോ? തയ്യൽ തുമ്പിന് നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ചും കൂടി കൊടുക്കും. അപ്പൊ ഈ ഫ്രണ്ട് ഭാഗത്ത് ഈ സൈഡിലും 1 ഇഞ്ച് വീതം കൊടുത്തു. അപ്പൊ 2 ഇഞ്ച് കൂടി. അതേപോലെ ബാക്ക് ഭാഗത്തും ഈ സൈഡിലും നമ്മൾ എന്ത് ചെയ്യും? 1 ഇഞ്ച് കൂട്ടി കൊടുക്കും. അപ്പൊ ടോട്ടൽ എത്രയായി? 4 ഇഞ്ച്. അപ്പൊ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന 4 ഇഞ്ചും തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന 4 ഇഞ്ചും, അങ്ങനെ ടോട്ടൽ 8 ഇഞ്ച്. മനസ്സിലായല്ലോ? ആ 8 ഇഞ്ചാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടും? 36 ഇഞ്ച് കിട്ടും. അതായത് ഈ 28 ഇഞ്ചിൽ കൂടി ഒരു 8 ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ കൂട്ടിയിട്ട് മെഷർമെന്റ് കണക്ക് കൂട്ടുക. അപ്പൊ നമുക്കൊരു 36 ഇഞ്ച് കിട്ടും. ഈ 36 ഇഞ്ചിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് വേണം. അതായത് നമ്മൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ കോണാക്കി മടക്കിയിട്ടാണല്ലോ വെക്കുക. എന്നിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. മനസ്സിലായല്ലോ? ഇത്രയും ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാലേ ഇത് യോക്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്ര ഭാഗം നമുക്ക് പോകും. അപ്പൊ ഈ മെഷർമെന്റ് നമ്മളെ തുണിയിൽ വേണം. അപ്പൊ അല്ലാതെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള കറക്റ്റ് മെഷർമെന്റ് മാത്രമല്ല നമ്മൾ മെറ്റീരിയൽ മേടിക്കുമ്പോൾ അതിൽ കണക്ക് കൂട്ടുക. കാരണം ഈ ഒരു മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന മെറ്റീരിയൽ ആണ്. അപ്പൊ അതിന്റെയൊക്കെ ലെങ്ത് നമുക്ക് ഇതിൽ കൂട്ടണം. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് എങ്ങനെയാ കിട്ടുക എന്നുള്ളതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു തരുന്നത്. അതായത് ഈ 36 ഇഞ്ചിന് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അംബ്രല്ല കട്ട് തയ്ക്കുമ്പോൾ വേസ്റ്റ് ഭാഗത്ത് നമ്മളെ ഈ ഒരു യോക്കിന്റെ താഴെ വശത്ത് വരുന്ന ഈ ഒരു അറ്റത്ത് നിന്ന് ഈ ഒരു അറ്റത്തേക്ക് വരുന്ന മെഷർമെന്റ് ഉണ്ടല്ലോ,
ടോട്ടൽ സീം അലവൻസ് ഒക്കെ കൂട്ടിയിട്ട്, അതായത് തയ്യൽ തുമ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വരുമ്പോൾ ഈ ഒരു യോക്കിന്റെ ഈ ഒരു അറ്റത്തു നിന്നും ഈ ഒരു അറ്റത്തേക്ക് വരുന്ന ആ ഒരു മെഷർമെന്റ് എത്രയാണോ അത് കറക്റ്റ് നമുക്ക് ഈ ഒരു പീസിൽ കിട്ടണം. എങ്കിലുള്ളൂ ഈ പീസ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഇവിടേക്ക് ലെവൽ ചെയ്ത് വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അല്ലെ? ഇതേപോലെ ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നുണ്ടാവുക. ഇങ്ങനെ ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മാറ്റി എന്ന് വിചാരിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇത് കറക്റ്റ് ആയിരിക്കും ഇവിടേക്ക് ഈ രണ്ടറ്റം. അതങ്ങനെ കറക്റ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ആ ഒരു മെഷർമെന്റ് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ 36നെ 3.14 എന്ന ഒരു മെഷർമെന്റ് കൊണ്ട് നമ്മൾ ഹരിക്കുക. അങ്ങനെ ഹരിക്കുന്നത് ഈ 3.14 കൊണ്ട് ഹരിക്കുന്നത് ഈ 150 ഡിഗ്രിയുള്ള സെമി ഫ്ലയർ ചെയ്യുമ്പോഴാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് എത്രയാണെന്ന് അറിയോ? 11 കിട്ടും. 11 പോയിന്റ് സംതിങ് വരും. അത് നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. ആ ഒരു 11 മാത്രം, 11 പോയിന്റ് പിന്നെ നമുക്ക് കുറച്ചും കൂടി ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു 11 മാത്രം നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 11 ഇഞ്ചാണ് നമുക്ക് കിട്ടിയത്. ഈ 11 ഇഞ്ചിൽ നമ്മൾ ഇങ്ങനെ പോയിന്റുകൾ അടയാളപ്പെടുത്തിയിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ അതൊന്നും ഇപ്പൊ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു തരികയാണെന്നുള്ളൂ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവാണ് ഈ 11 ഇഞ്ച്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള അളവ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ടോട്ടൽ ലെങ്ത്. ആ ടോട്ടൽ ലെങ്ത് വരുന്നത് 54 ഇഞ്ചാണ്. അതിൽ നിന്ന് നമുക്ക് ഈ യോക്കിന്റെ ലെങ്ത് ഉണ്ടല്ലോ അതങ്ങോട്ട് കുറക്കുക. യോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പൊ ഈ 54ൽ നിന്ന് 14 ഇഞ്ച് കുറക്കുമ്പോൾ നമുക്ക് 40 ഇഞ്ച് കിട്ടും. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് താഴെ വരെയുള്ള ഇറക്കം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. മനസ്സിലായല്ലോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 11ഉം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ 40 ഇഞ്ചും ആയി. പിന്നെ നമ്മൾ ഈ ഒരു ഡ്രസ്സ് താഴെ ഭാഗത്ത് മടക്കി തയ്ക്കും, ഇവിടെ ഒന്ന് ജോയിന്റ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ എക്സ്ട്രാ തയ്യൽ തുമ്പ് ആവശ്യമായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ അതിൽ കൂട്ടി കൊടുക്കുക. ഇവിടെ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് നമ്മളൊരു മെഷർമെന്റ് എടുക്കുക. ഇപ്പൊ മനസ്സിലായല്ലോ? അതായത് ഈ 2 ഇഞ്ച് എന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മടക്കി തയ്ക്കും, ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുണി ഇത് കുറവായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക. അപ്പൊ നമുക്കിപ്പോ ഏതൊക്കെ മെഷർമെന്റുകൾ കൂട്ടണം? ഈ 11ഉം ഈ 40ഉം ഈ 2ഉം. മനസ്സിലായല്ലോ? 11ഉം 40ഉം ഈ 2 ഇഞ്ചും കൂടി കൂട്ടുമ്പോൾ ടോട്ടൽ ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ നമുക്ക് എത്ര മെഷർമെന്റ് വരുന്നുണ്ട് എന്ന് നോക്കുക. അതായത് ഈ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഈ ഭാഗത്തെ അളവാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ഭാഗമാണിത്. ഈ അറ്റം മുതൽ ഈ അറ്റം വരെ എന്ന് പറയുന്നത് ഈ അറ്റം മുതൽ ഈ അറ്റം വരെയാണ്. മനസ്സിലായല്ലോ? ഈ നീളം ഇത് നമ്മളിങ്ങനെ മടക്കി വെക്കുന്ന ആ ഒരു പീസ് മാത്രമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു നീളമാണ് ഞാൻ പറയുന്നത്. ഈ നീളത്തിന്റെ എക്സ്ട്രാ നമുക്ക് എടുക്കണം. കാരണം നമ്മളിത് 2 മടക്കാക്കിയിട്ടാണല്ലോ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളത്തിന്റെ അതേ മെഷർമെന്റ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് വേണം? ഈ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത്, അതായത് 11 + 40 + 2 എന്ന് പറയുമ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 53 ഇഞ്ചാണ്. ഈ 53നെ നമുക്ക് 2 കൊണ്ട് ഇതിന്റെ ഡബിൾ എടുക്കുക. അതായത് 2 കൊണ്ട് നമുക്ക് ഇതിനെ ഗുണിക്കണം. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുക എത്രയെന്ന് അറിയോ? 106 ആണ്. മനസ്സിലായല്ലോ? ഈ 106 ഇഞ്ച്. അപ്പോ നമുക്ക് ഈ ഒരു അംബ്രല കട്ട് താഴത്തേക്ക് ഈ ഒരു ഡ്രസ്സിന്റെ ഇങ്ങനെ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ജസ്റ്റ് റഫായിട്ട് വരച്ചു എന്ന് മാത്രം. അപ്പോ ഈ ഒരു അറ്റം മുതൽ ഈ ഒരു അറ്റം വരെ നമുക്ക് 106 ഇഞ്ച് നീളം കിട്ടി. അപ്പൊ 106 ഇഞ്ച് നീളത്തിലുള്ള ഒരു പീസ് നമുക്ക് എന്തിനു വേണം? ഈ ഒരു അംബ്രല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വേണം. യോക്കിനുള്ളത് ഇനി നമ്മൾ എക്സ്ട്രാ എടുക്കണം, സ്ലീവിനുള്ളതും നമ്മൾ എക്സ്ട്രാ എടുക്കണം. അത് ഇതിൽ നമ്മൾ കൂട്ടിയിട്ടില്ല. ഈ താഴെ വശത്തേക്ക് വേണ്ട മെഷർമെന്റ് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ 106 ഇഞ്ചാണ് വരുന്നത്. ഈ 106 ഇഞ്ചിനെ നമ്മൾ എങ്ങനെയാണ് മീറ്ററിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ ടാപ്പ് ഉണ്ടല്ലോ, ഈ ടാപ്പിന്റെ ഈ വശത്ത് കാണുന്നതാണ് ഇഞ്ച്. ഈ ഇങ്ങനെ വിട്ട് വിട്ട് കാണുന്ന ഇതാണ് ഇഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഈ ടാപ്പിന്റെ നമ്മൾ ഇപ്പുറം വശത്ത് കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ അടുത്തടുത്ത് ചെറുതായിട്ട് എഴുതിയത് കാണുന്നുണ്ട്. ഇതാണ് സെന്റിമീറ്റർ. മനസ്സിലായല്ലോ? ഇതില് 100 സെന്റിമീറ്റർ എന്ന് പറയുന്നതാണ് 1 മീറ്റർ. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ, 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്നുള്ള കാര്യം. അപ്പൊ ഇതിൽ 100 സെന്റിമീറ്റർ എന്ന് പറയുന്ന അവിടേക്ക് ഏകദേശം എത്തി. ഈ ഒരു 39 ഇഞ്ചും പിന്നെ ഒരല്പം ഒരു പോയിന്റ് അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. അതായത് 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. നമ്മളെ ടാപ്പ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും 39 ഇഞ്ചാണ് 1 മീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 106നെ, അതായത് 106 ഇഞ്ചിനെ, ഇത് ഇഞ്ചാണ് കേട്ടോ,
ഈ 106 ഇഞ്ചിനെ നമ്മളിതൊക്കെ ഇഞ്ച് മെഷർമെന്റിലാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആ 106 ഇഞ്ചിനെ നമുക്ക് എന്ത് ചെയ്യണം? ഈ 39 ഇഞ്ച് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. 39 ഇഞ്ച് എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക എന്നറിയോ? 106നെ 39 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2.71 കിട്ടും. അതായത് 2 മീറ്ററും 71 സെന്റിമീറ്ററും. മനസ്സിലായല്ലോ? 2 മീറ്ററും 71 സെന്റിമീറ്ററും. അപ്പൊ 75 സെന്റിമീറ്റർ എന്ന് പറയുമ്പോഴാണ് 1/4 മീറ്റർ ആവുന്നത്. ഈ 75 സെന്റിമീറ്റർ ഉണ്ടോ? ഈ 75 സെന്റിമീറ്റർ ആണ് 1/4 ഇഞ്ച്. 1/4 മീറ്റർ, സോറി, 1/4 മീറ്റർ എന്ന് പറയുന്നത് 75 ഇഞ്ചാണ്. അപ്പൊ ഇത് 71 ആയി. അതായത് 71 സെന്റിമീറ്റർ ആണ്. ആ 71 75ക്ക് ഇതാ ഇത്ര നീളേ ഉള്ളൂ. അതായത് 1.5 ഇഞ്ചോളം നീളം വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് വേണം? ഈ 71 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? 1/4 മീറ്റർ ആയിട്ടാണ് കണക്കാക്കുക. ഈ 71 ഇഞ്ചിനെ നമ്മൾ ഇങ്ങോട്ട് 1/4 മീറ്റർ ആക്കിയിട്ട് അങ്ങോട്ട് കണക്കാക്കിയിട്ട് നമ്മൾ ഇത് എന്ത് ചെയ്യുക? 2.25 മീറ്റർ ഇങ്ങനെ റൗണ്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു താഴെ ഭാഗത്തേക്ക് മാത്രം എന്തായി? 2.25 മീറ്റർ കിട്ടി. പിന്നെ നമുക്ക് ഇതിന്റെ ഈ ഒരു യോക്ക് ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് 1/2 മീറ്റർ, അതായത് യോക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? 1/2 മീറ്റർ വേണം. പിന്നെ ഇതിന്റെ സ്ലീവ് വെക്കണം. ഇപ്പൊ നമ്മൾ ഹാഫ് സ്ലീവ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 മീറ്റർ മതി. പിന്നെ ഫുൾ സ്ലീവ്, ബലൂൺ സ്ലീവ് ഒക്കെ വരുന്ന നല്ല അതായത് നല്ല ഞെറിവൊക്കെ കൊടുത്തിട്ടുള്ള വലിയ ബലൂൺ സ്ലീവ് വെച്ചിട്ടുള്ള ഫ്രോക്ക് ഒക്കെയാണ് തയ്ക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് ഒരു ഫുൾ ആയിട്ട് ഇവിടെ ഇലാസ്റ്റിക് ഒക്കെ വെച്ചിട്ടുള്ള വലിയ ബലൂൺ സ്ലീവ് ഒക്കെയാണ് തയ്ക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനായിട്ട് ഒരു 1/4 മീറ്റർ എന്തായാലും വേണം കേട്ടോ. ഈ സ്ലീവിന് വേണ്ടിയിട്ട് ബലൂൺ സ്ലീവ് ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ, വലിയ ബലൂൺ സ്ലീവ് ഉണ്ടാവുമല്ലോ, കൈന്റെ അറ്റത്ത് ഇലാസ്റ്റിക് ഒക്കെ വെക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ 1/4 മീറ്റർ എടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഒരു സാധാരണ ഒരു മീഡിയം സൈസ് വരെയൊക്കെ ഇതിന് ഈ ഒരു യോക്കിന് 1/2 മീറ്റർ മാത്രം മതി. പിന്നെ നല്ല തടിയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു 1/4 മീറ്റർ ഈ യോക്കിന് വേണം. ഇപ്പൊ ഞാനൊരു നോർമൽ സൈസിലുള്ള ആൾക്കാണ് പറയുന്നതെന്ന് കൂട്ടിക്കോ. അതായത് ഒരു മീഡിയം സൈസ് വരുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ 1/2 മീറ്റർ യോക്കിനും ചെറിയൊരു 1/4 സ്ലീവ് ആണ് കൊടുക്കുന്നത് കൂട്ടിക്കോ. ആ 1/4 സ്ലീവ് നമുക്ക് ആ 1/2 മീറ്റർ തന്നെ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് 1/2 മീറ്ററും അങ്ങനെ ടോട്ടൽ നമുക്ക് 1 മീറ്റർ കിട്ടും. അപ്പൊ ഈ 1 മീറ്ററും ഈ 2.25 മീറ്ററും കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ എത്ര കിട്ടും? 3.25 മീറ്റർ. മനസ്സിലായല്ലോ? 3.25 മീറ്റർ കിട്ടും. ഈ ഒരു 3.25 മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ച്ചെടുക്കാൻ ഉള്ള തുണി കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഇതുപോലെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇനി ഇതേ സംഭവം തന്നെ നമ്മൾ അതായത് 360 ഡിഗ്രി ഫ്ലെയറിൽ വരുന്ന ഒരു ഡ്രസ്സാണ് നമ്മൾ തയ്ക്കുന്നതെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? മെഷർമെന്റ് ഒക്കെ ഇത് തന്നെയാണ്. 360 ഡിഗ്രി വരുന്ന വലിയ ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സാണ് നമ്മൾ തയ്ക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലൊന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം? ഈ 360 ഡിഗ്രി നമ്മൾ മടക്കി വെക്കുക. എങ്ങനെയാണോ ഡ്രസ്സിന്റെ മെറ്റീരിയൽ നമ്മൾ മടക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മളെ ശീല നല്ല നീളം ഉണ്ടാവും. അത് എത്ര മീറ്റർ ആണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. മനസ്സിലായല്ലോ? ഇതേപോലെ നല്ല നീളത്തിലുള്ള ശീല, അതായത് ഇതിപ്പോ ഇങ്ങനെ നല്ല നീളത്തിലുള്ള ഒരു തുണിയാണ്. അത്യാവശ്യം നല്ല തുണി നമുക്ക് വേണം. ഈ ഒരു 360 ഡിഗ്രി ഫ്ലെയർ നമുക്ക് കിട്ടണം. അതായത് ഈ ഒരു ഭാഗത്തേക്കും നമുക്ക് എന്ത് വേണം? ഇവിടേക്കും നമുക്കൊരു സെമി അംബ്രല വേണം, ഇവിടേക്കും നമുക്കൊരു സെമി അംബ്രല വേണം. എന്നിട്ട് ഈ 2 സെമി അംബ്രലകളും കൂട്ടിയിട്ട് നമ്മൾ ഇതേപോലെ വെക്കുമ്പോൾ കറക്റ്റ് റൗണ്ടിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുക. മനസ്സിലായല്ലോ? ഇവിടെ 150 ഡിഗ്രിയും ഇവിടെ 150 ഡിഗ്രിയും ടോട്ടൽ 360 ഡിഗ്രി നമുക്ക് ഇതിൽ കിട്ടണം. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? നേരത്തെ നമ്മൾ എടുത്ത മെറ്റീരിയലിനേക്കാളും എക്സ്ട്രാ മെറ്റീരിയൽ നമുക്ക് ഇതിന്റെ താഴത്തേക്ക് ആവശ്യമായിട്ട് വരും. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആദ്യം ഇതിന് എത്ര വേണം എന്ന് കാൽക്കുലേറ്റ് ചെയ്യൊന്നുമില്ല. നമ്മളിപ്പോ ഫുൾ ആയിട്ട് ഒരു 360 ഡിഗ്രി ഉള്ള ഉടുപ്പാണ് തയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു ഫ്രോക്ക് തയ്ക്കുകയാണ്, 360 ഡിഗ്രി ഫ്ലെയർ നമുക്ക് വേണം. അപ്പൊ നമ്മൾ ആദ്യം 150 ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ അതിന്റെ എക്സ്ട്രാ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കൂലല്ലോ. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും? 360 ഡിഗ്രിക്ക് എത്ര വേണം എന്നാണല്ലോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെയാണ് ഇത് മടക്കുക. അതായത് ഈ 360 ഡിഗ്രിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഒന്ന് മടക്കി. ഇപ്പൊ ഇതിൽ 2 പീസ് വന്നു. വീണ്ടും നമ്മൾ ഒന്നും കൂടെ മടക്കി. അപ്പൊ ഇതിൽ 4 പീസ് വന്നു. കണ്ടല്ലോ? അതായത് ഇതാ ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇങ്ങനെ 4 പീസാണ് ഇതില് കറക്റ്റ് വരിക കേട്ടോ. ഈ ഒരു 4 പീസ് ഇതിൽ വരും. നേരത്തെ എടുത്തപ്പോ നമ്മൾ അതിൽ 2 മടക്കാണ് മടക്കിയത്. ഇപ്പൊ ഇതിൽ 4 മടക്കാണ് മടക്കുന്നത്. കണ്ടല്ലോ? ഇതേപോലെ 4 മടക്ക് വരും. ഈ 4 പീസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു കോണാക്കി മടക്കുന്നത് നമ്മൾ 4 പീസിനെയാണ്.
അപ്പൊ നമ്മള് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് ഉണ്ടല്ലോ അതിന്റെ 4 ഇരട്ടി എടുക്കണം. 4 കൊണ്ട് ഈ ഒരു ഇവിടുന്ന് ഇവിടത്തേക്കുള്ള മെഷർമെന്റിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് എത്രയാണോ അത്രയും ഇഞ്ചിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മീറ്ററിലേക്ക് മാറ്റേണ്ടത്. അതിപ്പോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് മടക്കുന്നത് മനസ്സിലായല്ലോ. ഇങ്ങനെ 4 പീസ്, അതായത് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിന്റെ കറക്റ്റ് സെന്റർ നമ്മൾ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊന്ന് കോണാക്കിയിട്ട് മടക്കുന്നു. അപ്പൊ ഇതിൽ ടോട്ടൽ 4 പീസ് വരും. അങ്ങനെയാണ് ഇത് വരിക. അപ്പൊ നമുക്ക് നേരത്തെ എടുത്ത അതേ മെഷർമെന്റ് തന്നെ നമുക്ക് ഇതിലൊന്ന് നോക്കി നോക്കാം എങ്ങനെയാ വരിക എന്നുള്ളത്. അതായത് ഇതിന്റെ വേസ്റ്റ് റൗണ്ട് നമ്മൾ നേരത്തെ എടുത്തത് 28 ഇഞ്ചാണല്ലോ വേസ്റ്റ് റൗണ്ട്. ആ 28 ഇഞ്ച് കൂടി നമുക്ക് എന്ത് വേണം, 8 ഇഞ്ച് നമ്മൾ ലൂസിനും തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള ആ ഒരു 8 ഇഞ്ച് നമ്മൾ ഇതിൽ കൂട്ടി കൊടുക്കണം. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ടോട്ടല് 36 ഇഞ്ച് കിട്ടും. 28 കൂടി 8 കൂട്ടുമ്പോൾ 36 ഇഞ്ച് കിട്ടും. ആ 36നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 360 ഡിഗ്രി ഫ്ലെയർ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് കുറവായിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം, ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ഇങ്ങനെ തുറന്നു വരുമ്പോൾ ഇതിൽ കുറെ പീസുകൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു പീസിന്റെ ഈ റൗണ്ട് എന്താണ്, നമുക്ക് കുറെ പീസുകൾ വരുന്നുണ്ട് ഇതിൽ കണ്ടോ. ഇതിന്റെ ഈ ഒരു വേസ്റ്റ് റൗണ്ട് വരുന്ന ഭാഗത്തേക്ക് ഒരുപാട് പീസുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള മെഷർമെന്റ് കുറവായിരിക്കും. നേരത്തെ നമ്മൾ എടുത്തതിന്റെ ഇപ്പൊ നമ്മൾ എടുക്കുമ്പോൾ വരുന്ന മെഷർമെന്റിനേക്കാളും എക്സ്ട്രാ കൂട്ടിയെടുത്താലുള്ളൂ നമുക്ക് 180 ഡിഗ്രിയിലുള്ളത് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ. അപ്പോ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു 36നെ എന്ത് ചെയ്യണം, നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തത് 36നെ 3.14 എന്നുള്ള നമ്പർ കൊണ്ടാണ് നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇതിന്റെ നേരെ എക്സ്ട്രാ, അതായത് നേരെ ഡബിൾ എടുക്കണം. അതായത് 6.28 കൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാ, ഇതിനെ ഡിവൈഡ് ചെയ്യാം. മനസ്സിലായല്ലോ. നേരത്തെ നമ്മൾ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്തതിനെ അതിന്റെ നേരെ ഡബിൾ എടുത്തിട്ട് 6.28 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടുന്ന മെഷർമെന്റ് എന്ന് പറയുന്നത് 5.7 ആണ്. 5.7 ആണ്. അപ്പൊ ഈ 7 നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ 5 ആക്കിയിട്ട് ഇതിനെ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. 5 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു 5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. മനസ്സിലായല്ലോ. ഇവിടെ കിട്ടിയത് 5 ഇഞ്ചാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ എന്താണ് ഫുൾ ലെങ്ത് വരുന്നത് 54 ഇഞ്ചും അതിൽ നിന്ന് യോക്കിന്റെ ലെങ്ത് കുറക്കുക 14 ഇഞ്ച്. ഈ യോക്കിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അത് കുറച്ചാൽ നമുക്ക് ടോട്ടല് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 40 ഇഞ്ച് കിട്ടും. ആ 40 ഇഞ്ചും പിന്നെ ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ താഴത്ത് നമുക്കൊന്ന് മടക്കി തയ്ക്കും വേണം. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് ഇതിന്റെ ഇവിടെ ജോയിന്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി നമ്മൾ ഇതിൽ അങ്ങോട്ട് കൂട്ടി കൊടുക്കുക. അങ്ങനെ നമുക്ക് ടോട്ടൽ എത്ര കിട്ടുന്നതെന്ന് നോക്കുക. അതായത് ഈ ഒരു 5 ഇഞ്ചും 40 ഇഞ്ചും ഈ 2 ഇഞ്ചും കൂട്ടിയാൽ ടോട്ടൽ നമുക്ക് 47 ഇഞ്ചാണ് കിട്ടുക. 47 ഇഞ്ച് കിട്ടും. മനസ്സിലായല്ലോ. 47 ഇഞ്ചാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള നീളം. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ 4 മടങ്ങ് എടുക്കണം. 4 മടക്കാക്കിയിട്ട് കോണാക്കിയിട്ടാണല്ലോ നമ്മൾ ഇതിന് മടക്കുക. അപ്പൊ 4 മടങ്ങ് എക്സ്ട്രാ എടുക്കണം. അപ്പൊ 47 × 4 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 188 ഇഞ്ച് കിട്ടും. അപ്പോ നമ്മൾ എടുക്കുന്ന ഈ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ അംബ്രല കട്ടിന് വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന ഈ ഒരു മെറ്റീരിയലിന്റെ നീളം എന്ന് പറയുന്നത്, അതായത് ഒരറ്റം മുതൽ ഒരറ്റം വരെയുള്ള നീളമാണ് 188 ഇഞ്ച് വരുന്നത്. ഇത്രയും മെഷർമെന്റ് ഉണ്ടെങ്കിലുള്ളൂ നമുക്ക് ഈ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഡ്രസ്സിന്റെ താഴെ ഭാഗത്തുള്ള അംബ്രല കട്ട് മാത്രം കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് 188 ഇഞ്ച് വേണം. ഈ ഇഞ്ചിനെ നമുക്ക് മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ 39 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഒരു മീറ്റർ ആണ്. ആ ഒരു മീറ്റർ എന്ന് പറയുമ്പോൾ നമ്മളെ 39 ഇഞ്ചാണ് ഒരു മീറ്റർ വരുന്നത്. അപ്പൊ ആ ഒരു 39 ഇഞ്ച് കൊണ്ട് നമ്മൾ ഈ ഒരു 188നെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 4.82, അതായത് 4 മീറ്ററും 82 സെന്റിമീറ്ററും നമുക്ക് ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ മൊത്തത്തിൽ ഒരു 5 മീറ്റർ അങ്ങോട്ട് കണക്ക് കൂട്ടുക. മെറ്റീരിയൽ ഒരു അല്പം കൂടിയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതായത് 82 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 3/4 ഇഞ്ചിനേക്കാളും കൂടുതലായി, എന്നാൽ 3/4 മീറ്ററിനേക്കാളും കൂടുതലായി. പക്ഷെ ഒരു മീറ്റർ അങ്ങോട്ട് തികയൂല്ല. ഒരു മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണല്ലോ. ഇതിലുണ്ടോ
1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. പക്ഷെ നമ്മളിപ്പോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയത് 82 സെന്റിമീറ്റർ ആണ്. അപ്പൊ ആകെ ഇത്ര നീളത്തിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അതായത് ഒരു ചാണ് പോലും ഇല്ല. അത്ര നീളം ഉള്ളു ഇതിൽ കുറവ് വരുന്നത് 1 മീറ്റർ ആകാൻ. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 82 സെന്റിമീറ്ററിനെ അങ്ങോട്ട് 1 മീറ്റർ ആക്കി കണക്കാക്കിയിട്ട് 4 മീറ്ററും 1 മീറ്ററും കൂട്ടിയിട്ട് അങ്ങനെ 5 മീറ്റർ, അതായത് ഈ ഒരു 4.82 എന്നുള്ളത് നമ്മൾ ഒരു 5 മീറ്റർ ആക്കിയിട്ട് അങ്ങോട്ട് കണക്ക് കൂട്ടുന്നു. അത്രേ. നിങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നു വേണ്ട. നമ്മൾ ഇത് എന്ത് ചെയ്യുക, 5 മീറ്റർ ആക്കിയിട്ട് കണക്ക് കൂട്ടി. ഇപ്പൊ ഈ ഒരു താഴെ ഭാഗത്തേക്ക് മാത്രം നമുക്ക് 5 മീറ്റർ വേണം. ഇനി നമ്മൾ ഇതിന് സ്ലീവ് വെക്കുമ്പോൾ അതിന് 1/2 മീറ്റർ ആണ് കൂട്ടുന്നുണ്ടെങ്കിൽ ആ 1/2 മീറ്റർ സ്ലീവിന് കൂട്ടുക. പിന്നെ അതേപോലെ തന്നെ നമുക്ക് യോക്ക് ഭാഗത്തേക്ക് ഒരു 1/2 മീറ്ററും കൂട്ടുക. അതായത് ടോട്ടല് 6 മീറ്റർ. ഈ അരയും 1 മീറ്ററും ഈ ഒരു 5 മീറ്റർ താഴത്തേക്കും, അങ്ങനെ നമ്മൾ ടോട്ടല് 6 മീറ്റർ തുണി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഫ്ലെയർ ആയിട്ടുള്ള, അതായത് അംബ്രല്ല എന്ന് പറഞ്ഞാൽ ഫുൾ അംബ്രല്ലയിൽ വരുന്ന ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഡ്രസ്സ് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ ഇനി ഉദാഹരണത്തിന് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്ന സ്ഥിതിക്ക് വേറെ ഒരു മെഷർമെന്റ് വെച്ചിട്ട് ഞാൻ വേറൊരു മോഡലിലുള്ള ഒരു ഡ്രസ്സിന്റെ പാറ്റേണും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ്. പെട്ടെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടെ പെട്ടെന്ന് മനസ്സിലായിക്കോളും. അതായത് നമ്മളിപ്പോ ഇതൊരു ചെറിയ ഹാഫ് സ്ലീവ് ആണ്. ഇപ്പൊ ഒരു 5-6 ഇഞ്ചൊക്കെ നീളം വരുന്ന ചെറിയൊരു ഹാഫ് സ്ലീവ് ആണെന്ന് വിചാരിക്കുക. ഒരു 6 ഇഞ്ച് നീളം വരുന്ന ചെറിയൊരു ഹാഫ് സ്ലീവ് ഉള്ള ഒരു ടോപ്പ്. അതായത് ഇത് പാന്റ് ഇടുന്ന മുട്ടിന്റെ ഒരല്പം താഴെ വരുന്ന ടോട്ടൽ ലെങ്ത് ഒരു 45 ഇഞ്ച്. ഒരു 45 ഇഞ്ചാണ് നമുക്ക് ഇതിന്റെ ടോട്ടൽ ലെങ്ത് വരുന്നതെന്ന് കൂട്ടാം. മനസ്സിലായല്ലോ. അപ്പൊ ഇതിന്റെ യോക്കിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്കൊരു 14 ഇഞ്ച് എടുക്കാം. ഓക്കെ, 14 ഇഞ്ച് യോക്കിന്റെ ലെങ്ത് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഈ 45-ൽ നിന്ന് 14 ഇഞ്ച് നമുക്ക് കുറക്കണം. മനസ്സിലായല്ലോ. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മെഷർമെന്റ് കിട്ടുക. 45-ൽ നിന്ന് 14 ഇഞ്ച് നമ്മൾ കുറക്കുമ്പോൾ നമുക്ക് 31 ഇഞ്ച് കിട്ടും. ഇവിടെ ഒരു 31 ഇഞ്ച് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് കിട്ടും. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ നമുക്ക് എത്ര മീറ്റർ തുണി വേണം നോക്കാം. അത് സെമി ഫ്ലെയർ അംബ്രല്ലയാണ് കേട്ടോ. അതായത് 150 ഡിഗ്രിയിലുള്ള സെമി ഫ്ലെയറിന്റെ അംബ്രല്ലയാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എത്ര ഇത് കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇതിന്റെ ഒരു വേസ്റ്റ് റൗണ്ടും കൂടി കണ്ടെത്തണം. അതായത് വേസ്റ്റ് റൗണ്ട് നമുക്കൊരു 32 ആണെന്ന് കൂട്ടാം. കുറച്ചൊക്കെ തടിയുള്ള ഒരു ആളാണെന്ന് വിചാരിക്കുക. ഒരു നല്ല തടിയല്ല, അത്യാവശ്യം തടി. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇത് നമുക്ക് കറക്റ്റ് ഒരു 32 ഇഞ്ചാണ് വരുന്നതെന്ന് കൂട്ടാം. കറക്റ്റ് 32 ഇഞ്ച്. ഓക്കെ. അപ്പൊ ആ 32 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കൂടി നമ്മൾ എക്സ്ട്രാ ഒരു 8 ഇഞ്ച് കൂടിയും കൂട്ടി കൊടുക്കാം. നമ്മൾ തയ്ക്കുമ്പോൾ അതിന് കുറച്ച് ലൂസും കുറച്ച് തയ്യൽ തുമ്പും ഒക്കെ കൂട്ടി കൊടുക്കണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ വേസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, ഈ ഒരു 32 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യാണ്, 32 ഇഞ്ച് കൂടി നമ്മൾ ഒരു എക്സ്ട്രാ 8 ഇഞ്ചും കൂടിയും കൂട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് വരും, 40 ഇഞ്ച് വരും. 32 കൂടി 8 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 40 ഇഞ്ച് വരും. ആ 40 ഇഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, അപ്പൊ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടുക കേട്ടോ. 12 പോയിന്റ് ആയിരിക്കും വരിക. അപ്പൊ നമ്മളത് 12 ഇഞ്ചാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന്, അതായത് നമ്മൾ ഇങ്ങനെ ഒരു പീസ് നമ്മളിപ്പോ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ അംബ്രല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു അംബ്രല്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മടക്കി വെക്കുന്ന പീസ് ഉണ്ടാവില്ല. അപ്പൊ മടക്കി വെക്കുന്നൊന്നുമില്ല, അതായത് ഇത് വേണ്ട. അതായത് നമ്മളിപ്പോ മടക്കി വെച്ചിട്ടൊന്നുമില്ല. അതായത് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകണല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ മെറ്റീരിയൽ എത്ര എടുക്കണം എന്നുള്ളതാണല്ലോ കണക്ക് കൂട്ടുന്നത്. അപ്പൊ ഈ ഒരു 12 ഇഞ്ച് നമുക്ക് അതിന്റെ മുകളിൽ കട്ട് ചെയ്ത് മാറ്റാനുള്ള ആ ഒരു 12 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് 31 ഇഞ്ച്. 45 ടോട്ടൽ ലെങ്ത് നമ്മൾ 14 ഇഞ്ച് കുറച്ചിട്ട് 31 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ലെങ്ത് 31 ഇഞ്ചും പ്ലസ് എന്ത് ചെയ്യുക, നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പും കൂടെ അങ്ങോട്ട് കൂട്ടി കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും, ടോട്ടല് 45 ഇഞ്ച് കിട്ടും. 31-ഉം ഈ 12-ഉം ഈ 2-ഉം കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടല് 45 ഇഞ്ച് കിട്ടും. ഈ 45 ഇഞ്ചിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അതായത് ഇതിന്റെ എക്സ്ട്രാ എടുക്കണം തുണി. അതായത് നമ്മൾ 2 മടക്കാക്കിയിട്ടാണ് കോണാക്കി മടക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഗുണിക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 90 ആണ്. അതായത് 90 ഇഞ്ച് തുണി എന്തിനു വേണം, താഴത്തുള്ള ഈ ഒരു അംബ്രല്ല മാത്രം തയ്ക്കാൻ നമുക്ക് 90 ഇഞ്ച് തുണി വേണം. 90 ഇഞ്ച് നീളത്തിലുള്ള തുണി വേണം. മനസ്സിലായല്ലോ. അപ്പൊ ആ ഒരു 90 ഇഞ്ചിനെ നമുക്ക് മീറ്ററിലേക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് 39 കൊണ്ട് നമ്മൾ ഇതിനൊന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 2.30. അതായത് 2 മീറ്ററും 30 സെന്റിമീറ്ററും നീളത്തിലുള്ള
തുണി, അതായത് 2 മീറ്റർ 30 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 50 സെന്റിമീറ്റർ ആക്കി എടുക്കുക. അപ്പൊ 1/2 മീറ്റർ ആവുമല്ലോ. കുറച്ചല്ലേ വ്യത്യാസമുള്ളൂ, ഒരു 20 സെന്റിമീറ്ററിന്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യുക, ഒരു 2.5 മീറ്റർ ആക്കിയിട്ട് അങ്ങോട്ട് കണക്കാക്കുക. ഈ ഒരു ഇതിന് 2.5 മീറ്റർ ആക്കിയിട്ട് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് വേണം, 2.5 മീറ്റർ തുണി വേണം. ഇതിന്റെ താഴെ ഭാഗം മാത്രം തയ്ക്കാൻ വേണ്ടിയിട്ട് 2.5 മീറ്റർ വേണം. മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് ഇതിന്റെ സ്ലീവിനും ഈ ഒരു യോക്കിനും കൂടിയിട്ട് ആകെ നമുക്ക് എന്ത് മതി, ഒരു 3/4 ഇഞ്ച് മതിയാകും. അതായത് സ്ലീവിനും യോക്കിനും കൂടിയിട്ട് 3/4 ഇഞ്ച് മതി, 3/4 മീറ്റർ മതി. സോറി, ഇഞ്ചല്ല കേട്ടോ, 3/4 മീറ്റർ ആണ്. 3/4 മീറ്റർ തുണി നമുക്ക് ഈ ഒരു യോക്കിനും ഈ ഒരു സ്ലീവിനും കൂടി മതിയാകും. ഇതിന്റെയൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ഭാഗത്തു നിന്നൊക്കെ ചിലപ്പോൾ എക്സ്ട്രാ കിട്ടും, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാ കുറച്ച് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് സ്ലീവ് ചെറിയൊരു 6 ഇഞ്ച് 5 ഇഞ്ച് നീളത്തിലുള്ള ചെറിയൊരു ഹാഫ് സ്ലീവ് ആണ് നമ്മൾ തയ്ക്കുന്നുണ്ടെങ്കിൽ ഒരു 3/4 ഇഞ്ച് ഉണ്ടെങ്കിൽ തന്നെ യോക്കും ഈ ഒരു സ്ലീവും കൂടെ നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പൊ ഈ 2.5 ഇഞ്ചും പിന്നെ 2.5 മീറ്ററും, സോറി ഇഞ്ചും മീറ്ററും എനിക്ക് മാറിപ്പോവാണ് കേട്ടോ, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം. അതായത് 2.5 മീറ്ററും ഈ 3/4 മീറ്ററും കൂട്ടിയിട്ട് നമുക്ക് ടോട്ടല് 3/4 മീറ്റർ, 3/4 മീറ്റർ ആണ് നമുക്ക് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ വേണ്ടി വരിക കേട്ടോ. ഇതുപോലത്തെ സ്ലീവും ഇങ്ങനത്തെ ഒരു യോക്കും ഇതുപോലെ മുട്ടിന്റെ കുറച്ച് തൊട്ട് താഴെ വരെ നിറക്കം വരുന്ന സെമി അംബ്രലയിലുള്ള ഒരു ഫ്രോക്ക് തയ്ക്കാൻ, ചെറിയൊരു ഫ്രോക്ക് അല്ലെങ്കിൽ പാന്റ് ഇട്ടുകൊണ്ട് ഇടാൻ പറ്റുന്ന ഒരു ചുരിദാർ കുർത്തി ടോപ്പ് പോലെ നമുക്ക് ഇടണം എന്നുണ്ടെങ്കിൽ അത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 3/4 മീറ്റർ മതി തുണി. മനസ്സിലായല്ലോ. അതായത് നമ്മൾ ഈ വേസ്റ്റ് റൗണ്ട് ഒക്കെ 32 ഇഞ്ച് വീതി വരുന്ന ഒരാൾക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത്യാവശ്യം കുറച്ച് തടിയൊക്കെ ഉള്ള ഒരു പാകത്തെ തടി വരുന്ന ഒരാൾക്കുള്ള മെഷർമെന്റ്, എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് കണക്കാക്കുക. അപ്പൊ നമ്മൾ ഷോപ്പിൽ പോയിട്ട് ഈ ഒരു 3/4 മീറ്റർ തുണി അങ്ങ് വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനുള്ള മെറ്റീരിയൽ നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ നമ്മളെ കമന്റ് ബോക്സിൽ പറഞ്ഞറിയിക്കണം കേട്ടോ. അപ്പൊ അപ്പോഴുള്ള നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മളെ ഫാമിലിയിൽ ഒരുപാട് മെമ്പർമാർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 24,000 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയി. അപ്പൊ അതൊക്കെ നമുക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്, അതിനനുസരിച്ച് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഞാൻ അതിനൊക്കെ കമന്റിന് ഒരു കമന്റ് പോലും ഞാൻ റിപ്ലൈ തരാത്തതില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഞാൻ അങ്ങനെ കമന്റ് ബോക്സിൽ കംപ്ലീറ്റ് ഞാൻ ഒഴിഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ റിപ്ലൈ കൊടുക്കാത്ത കമന്റ് ഒക്കെ നോക്കിയിട്ട് അതിനൊക്കെ റിപ്ലൈ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണല്ലോ എന്റെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. അപ്പൊ ഞാൻ അതിനൊക്കെ മറുപടി തരാറുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ പറഞ്ഞറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മൾ ഇതുപോലെ അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.